നെവിനെക്കുറിച്ച് ഷാനവാസ് പറഞ്ഞത് സത്യമായിരിക്കുമോ? മോശമായിട്ടുള്ളൊരു അനുഭവം ഷാനവാസിന് നേരിട്ടിട്ടുണ്ടാവുമോ? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ, അതായത് ഈ മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നതൊന്നും തന്നെ നമ്മളാരും അവിടെ കണ്ടിട്ടില്ല. നെവിൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വ്യക്തിപരമായിട്ട്. എൻ്റെ വിശ്വാസം ശരിയാകാം, തെറ്റാകാം. കാരണം ബിഗ് ബോസിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത്രയും ക്യാമറയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം. ഇനി ഷാനവാസിന്റെ കേസിലേക്ക് പറഞ്ഞാൽ, ഷാനവാസ് നെവിനുമായിട്ടൊരു വഴക്കുണ്ടായതിനു ശേഷമാണ് ഈ വിഷയം കൂടുതൽ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് വരികയും എല്ലാവരുടെ മുമ്പിൽ പൊട്ടിക്കുകയും ചെയ്തത്. അതിനോട് എനിക്ക് അന്നും ഇന്നും യോജിപ്പില്ല. കാരണം ഇത് സ്വകാര്യമായിട്ട് പറഞ്ഞ് കളയേണ്ട ഒരു വിഷയമാണ്. ഏതെങ്കിലും തരത്തിലൊരു മോശമായ ഒരു അനുഭവം ഷാനവാസിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരേണ്ടത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യത, നെവിൻ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് എല്ലാവരുടെ അടുത്തും പെരുമാറും. ഇപ്പോൾ ജിസേലിനെ പോയി കെട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ അനീഷിൻ്റെ അടുത്ത് പോയി കിടക്കും, അല്ലെങ്കിൽ പ്രവീണിൻ്റെ മടിയിൽ പോയി കിടക്കും, ഷാനവാസിൻ്റെ അടുത്ത് ഭയങ്കര ആൾക്കാരുടെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇഴുകി ചേർന്നിരിക്കുന്ന ആളാണ്. പെട്ടെന്ന് കെട്ടിപ്പിടിക്കുക, ഭയങ്കര ആക്റ്റുകളാണ്. പലതും പുള്ളി തമാശയായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഷാനവാസിന് ചിലപ്പോൾ നെവിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് ഒരു മോശം ഇൻറ്റൻഷനോടെ ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, ഷാനവാസിന് എന്തെങ്കിലും ഒന്നും മോശമായി തോന്നാതെ പുള്ളി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം അവിടെ ഒന്നും പറയില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നെവിനെ കുറിച്ച് മാത്രം പറഞ്ഞു? നെവിനേക്കാൾ കൂടുതൽ ഷാനവാസ് വഴക്കിട്ടിട്ടുള്ള എത്രയോ പേരുണ്ട്. അവരാരെയും കുറിച്ച് പറയാതെ ഷാനവാസ് നെവിനെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. വെറുതെ വന്ന് കള്ളം പറയില്ല ഷാനവാസ്. പക്ഷെ നെവിൻ ഒരു മോശം ഇന്റൻഷനോടെ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാനവാസിന് ചിലപ്പോൾ അങ്ങനെ തോന്നാം. ഉദാഹരണത്തിന് ആ ഒണീലിന്റെ കേസ്, മസ്താനി എന്ന് പറയുന്ന ആളെ ഒണീൽ വിഴാൻ പോയപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ മസ്താനിക്ക് തോന്നിയ ഒരു ഡൗട്ട് ഉണ്ടല്ലോ, അതായത് ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ. അതുപോലെ ഈ പയ്യൻ വന്ന് അടുത്തിരിക്കുകയോ ഹഗ് ചെയ്യുകയോ ഒക്കെ ചെയ്ത സമയത്ത് ചിലപ്പോൾ ഷാനവാസിന് അങ്ങനെ തോന്നിയതായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വളരെ മോശമാണ്. നെവിനും പുറത്തൊരു ലൈഫ് ഉള്ളതാണ്. മാത്രമല്ല ഇത് സംശയങ്ങളാണ് പലതും. ആ സംശയങ്ങളാണ് പിന്നീട് പലപ്പോഴും തെറ്റിദ്ധാരണകളിലേക്കൊക്കെ വഴിവെക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഷാനവാസ് പറഞ്ഞ സന്ദർഭം അനുചിതമായി പോയി. പക്ഷേ ഷാനവാസിന് കള്ളം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ അതില്ലാതാനും സംശയത്തിന്റെ പേരിൽ ഒരുപക്ഷെ പറഞ്ഞതായിരിക്കാം. പറഞ്ഞ രീതി, പറഞ്ഞ സന്ദർഭം ഒക്കെ അനുചിതമാണ്. തീർച്ചയായിട്ടും നെവിനോട് പേഴ്സണലി പറയേണ്ടിയിരുന്ന ഒരു വിഷയം. മുമ്പ് പറഞ്ഞു എന്നൊക്കെ ലൈവിൽ ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് എടുത്തിടേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇത് ഇനിയിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. ലാലേട്ടൻ എന്തൊക്കെ കണ്ടന്റാണ് എടുക്കേണ്ടത് വീക്കെൻഡിൽ വന്നിട്ട്. ഇമാതിരി കുൽസിത കണ്ടന്റ് അല്ലാതെ വേറൊരു തേങ്ങയും ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ് കഷ്ടം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.